ഒന്നുമില്ല. പറ. എന്താ പറഞ്ഞല്ലോ, പറ, ധൈര്യമായിട്ട് പറ. അതൊന്നും എടുത്തിട്ടില്ല പൊട്ടത്തിയത്. എന്തോ പറയാനുണ്ട് നിങ്ങളോട്, പറ, ധൈര്യമായിട്ട് പറഞ്ഞോ. നമ്മുടെ വീഡിയോയിൽ കൂടുതൽ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞേക്കണേ. നമുക്കത് പരിഗണിക്കാം ഗൈസ്. ഇന്ന് ഫുൾ വീഡിയോയിൽ അൻവർ ആയിരിക്കും തിളങ്ങി നിൽക്കാൻ പോകുന്നത്. അൻവറിന് കുറെ ഫാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അൻവറിന്റെ ഫാൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഷോപ്പിങ്ങും ചെറിയൊരു കുക്കിംഗ് ഒക്കെ ആയിട്ട് പോകാട്ടോ. എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തത്. അൻവറിന്റെ അടുത്ത് ക്യാമറ ഓൺ ആക്കി ചെന്ന് കഴിഞ്ഞാൽ കാണിക്കുന്ന ഒരേ എക്സ്പ്രഷൻ ദാ ഈ ഒരു സംഭവമാണ്. ഷോപ്പിൽ എത്തിയ പാടെ തന്നെ വലിയ ട്രോളിയൊക്കെ എടുത്താണ് കേട്ടോ അൻവർ പോകുന്നത്. ഇന്ന് എന്തോ കാര്യമായിട്ടുള്ള പർച്ചേസിങ്ങിനാണ് വന്നേക്കുന്നതെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒന്നും മേടിക്കാനില്ലെങ്കിലും ദാ ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ ഞാൻ സ്റ്റെക്കായി പോകും ഗൈസ്. എന്താണെന്നറിയില്ല. ബീഫ് കഴിക്കാനായിട്ട് അൻവറിന് ഭയങ്കര കൊതി. അങ്ങനെ നമ്മൾ ബീഫ് സെക്ഷനിൽ പോയിട്ടോ. ഒരു പ്രാവശ്യം നമുക്ക് ഇവിടുന്ന് ബീഫ് മേടിച്ച് പണി കിട്ടിയതാണ്. അപ്പോൾ വാപ്പി നമ്മളോട് പറഞ്ഞു പാകിസ്ഥാനി ബീഫ് നോക്കി മേടിക്കാനായിട്ട്. പക്ഷെ അത് കണ്ടിട്ട് നമുക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. നിങ്ങൾ ബഹ്റൈനിലുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഫുൾ അൻവറിനെ ആയിരിക്കും കേട്ടോ കാണുന്നത്. അൻവറിനെ ഞാൻ വീഡിയോയിൽ കൂട്ടുന്നില്ല, അത് ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അതങ്ങോട്ട് മാറ്റി കൊടുക്കാം. നേരെ റൂമിലെത്തിയിട്ട് ആദ്യം തന്നെ ഡിന്നറിനുള്ള പരിപാടി നോക്കുമായിരുന്നു കേട്ടോ. സോ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കൊള്ളി ചമ്മന്തി ആൻഡ് ചിക്കൻ കറി ആയിരുന്നു. ഉമ്മീൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ചമ്മന്തി ഉണ്ട്. ഉള്ളിയും പച്ചമുളകും പുളിയൊക്കെ ഇട്ടിട്ട് ഒരു വേറെ ലെവൽ ചമ്മന്തിയാണ് ഗൈസ്. അതാ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബാച്ചിലർ സ്പെഷ്യൽ ചിക്കൻ കറി ആയിരുന്നു. സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡിന്നർ എല്ലാം റെഡിയായി. നമ്മൾ അൻവറിനെ വിളിച്ചിരുത്തിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. ആ എക്സ്പ്രഷനിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവല്ലോ. സോ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോസോ. നമുക്കിനി വേറെ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.